നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. എല്ലാം സമാധാനപരമായി തീരുമെന്ന് കരുതിയ വേളയിൽ വീണ്ടും യുദ്ധഭീഷണി. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഈ ആക്രമണത്തിൽ തിരിച്ചടിച്ച് അമേരിക്ക വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിക്കപ്പെടുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ ഡാർക്ക് കേന്ദ്രങ്ങളടക്കം US സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ലയേറിയ ഭീമൻ ചരക്ക് കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിക്കുകയും കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. മറ്റു 3 ഡ്രോണുകൾ തകർത്തെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ടായതെന്നാണ് സൂചന. ഒമാൻ തീരത്തെ ദാഹിദിന് തെക്ക് കിഴക്കായാണ് കപ്പലിന് നേരെ ആക്രമണമുണ്ടായതെന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ലെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ അടച്ചു. ഇതോടെ ഹോർമുസിൽ വീണ്ടും പ്രതിസന്ധി. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം പാലിക്കാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്വം കപ്പലുടമയ്ക്കും കമാൻഡർമാർക്കുമാണെന്ന് ഇറാൻ വ്യക്തമാക്കി. 130 കപ്പലുകളെ വരെ കടത്തിവിടാൻ കഴിയുന്ന പാത സജീവമായാൽ ഇറാന്റെ മേൽക്കൈ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇറാൻ ഹോർമുസിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചത്. അതിനിടെ ഹോർമുസിൽ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം നിലവിൽ വന്നു. UAE വെള്ളിയാഴ്ച വൈകുന്നേരം ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് സന്ദേശം എത്തിയത് പരിഭ്രാന്തി പരത്തി. എന്നാൽ മിനിറ്റുകൾക്കകം തന്നെ രാജ്യം സുരക്ഷിതമാണെന്ന ഓൾ ക്ലിയർ സന്ദേശവും അധികൃതർ പുറപ്പെടുവിച്ചു. പ്രാദേശിക സമയം വൈകുന്നേരം 5:15ഓടെയാണ് ദുബായിലും അബുദാബിയിലുമുള്ള താമസക്കാരുടെ ഫോണുകളിലേക്ക് UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അടിയന്തര സുരക്ഷാ മുന്നറിയിപ്പ് എത്തിയത്. എത്രയും വേഗം അടുത്തുള്ള സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറണമെന്നും ജനലുകളിൽ നിന്നും വാതിലുകളിൽ നിന്നും മാറി നിൽക്കണമെന്നുമായിരുന്നു സന്ദേശം. എന്നാൽ സന്ദേശം വന്ന് 2 മിനിറ്റിനുള്ളിൽ തന്നെ ആശങ്കകൾക്ക് വിരാമമെടുത്ത് അടുത്ത സന്ദേശം എത്തി. നിലവിൽ യാതൊരുവിധ സുരക്ഷാ ഭീഷണികളും ഇല്ലെന്നും സാഹചര്യം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും അധികൃതർ അറിയിച്ചു. സാങ്കേതിക തകരാറാണോ അതോ മറ്റു കാരണങ്ങളാണോ മുന്നറിയിപ്പിന് പിന്നിലെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് ഒരു വാണിജ്യ കപ്പൽ നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി സംശയമുയർന്നിരുന്നു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലി പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലാണ് UAEയിൽ അടിയന്തര മുന്നറിയിപ്പ് സന്ദേശം എത്തിയത്. നിലവിൽ ദുബായിലെ ജനജീവിതവും വിമാന സർവീസുകളും സാധാരണ നിലയിലാണ്. അതേസമയം ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളും അമേരിക്കയുടെ നയതന്ത്ര വഞ്ചനയിലും പ്രതിഷേധിച്ച് ഇറാൻ സൈന്യം ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് 94 ഇന്ത്യൻ നാവികരുമായി 3 കൂറ്റൻ ഇന്ത്യൻ അസംസ്കൃത എണ്ണക്കപ്പലുകൾ സുരക്ഷിതമായി കടന്നുപോയി. ശനിയാഴ്ച പകൽ സമയത്താണ് നാടകീയമായി നീക്കമുണ്ടായത്. കപ്പലുകൾ നിലവിൽ ഇന്ത്യയിലേക്ക് യാത്ര തുടരുകയാണെന്ന് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. ബ്ലൂംബർഗ് പുറത്തുവിട്ട കപ്പൽ ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ദേശ് വിഫോർ എന്ന കപ്പൽ കടലിടുക്കിലൂടെ നീങ്ങുന്നതിനിടെ US സൈന്യത്തിന്റെ നിർദ്ദേശപ്രകാരം തെക്കൻ പാതയിലേക്ക് തിരിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇറാൻ തീരത്തേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. ഒടുവിൽ അതീവ സങ്കീർണമായ സാഹചര്യങ്ങൾ മറികടന്ന് ദേശ് വൈഭവ്, ദേശ് വിഫോർ, സൻമാർ ഹെറാൾഡ് എന്നീ 3 ഇന്ത്യൻ ടാങ്കറുകളും അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ പ്രവേശിച്ചു. ഈ കപ്പലുകളായി ആകെ 8,60,000 ടണ്ണിലധികം സംസ്കൃത എണ്ണയുണ്ടെന്നും ജൂൺ 24-നും ജൂലൈ 1-നും ഇടയിൽ ഇവ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രി അറിയിച്ചു. ദേശ് വൈഭവ്, ദേശ് വിഫോർ എന്നിവ ജൂൺ 24-ന് ഗുജറാത്തിലെ വാടിനാർ, സിക്ക തുറമുഖങ്ങളിലും ഏറ്റവും ഒടുവിൽ കടലിടുക്ക് പിന്നിട്ട സൻമാർ ഹെറാൾഡ് ജൂലൈ 1-ന് ഒഡീഷയിലെ പാരാദീപ് തുറമുഖത്തുമെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും നാവികരുടെ സുരക്ഷയ്ക്കും സർക്കാർ അതീവ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് സോനോവാൾ കൂട്ടിച്ചേർത്തു. അതേസമയം 10 ഇന്ത്യൻ കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ അൽ ജസീറ അറബിക് ചാനലിലെ ക്യാമറാമാൻ അഹമ്മദ് വിശ്വ കൊല്ലപ്പെട്ടു. ശനിയാഴ്ച മധ്യ ഗാസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ അഹമ്മദ് വിശ്വയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടു. അൽ ജസീറയുടെ ഗാസയിലെ തത്സമയ സംപ്രേഷണങ്ങളിലും വാർത്താ കവറേജുകളിലും സജീവ സാന്നിധ്യം
സാന്നിധ്യമായിരുന്നു അഹമ്മദ് വിശ്വ. ഗാസയിലെ കടുത്ത യുദ്ധ സാഹചര്യങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി. 2023 ഒക്ടോബറിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന 5ാമത്തെ അൽ ജസീറ ജീവനക്കാരനാണ് അഹമ്മദ് വിശ്വ. നേരത്തെ മാധ്യമപ്രവർത്തകരായ ഷിറിൻ അബു അക്ലഖ്, സമീർ അബുദഗ, ഹംസ അൽ ദഹ്ദൂ, ഇസ്മായിൽ അൽ ഗൗൽ എന്നിവരും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. അഹമ്മദ് വിശ്വയുടെ മരണത്തിൽ അൽ ജസീറ നെറ്റ്വർക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി മാധ്യമപ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും മനഃപൂർവ്വം ലക്ഷ്യമിടുന്ന ഇസ്രായേലിന്റെ നടപടിയെ ചാനൽ അപലപിച്ചു. മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഇത്തരം ക്രൂരതകൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഉടൻ ഇടപെടണമെന്നും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അൽ ജസീറ ആവശ്യപ്പെട്ടു. ഗാസയിൽ അൽ ജസീറ മാധ്യമപ്രവർത്തകർക്കെതിരായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അപലപിച്ച് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ആൽ താനി മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയതിനെ രൂക്ഷമായി വിമർശിച്ച് എക്സിൽ പോസ്റ്റിട്ട ഖത്തർ പ്രധാനമന്ത്രി മാധ്യമപ്രവർത്തകർ ലക്ഷ്യമിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നിരക്കാത്തതാണ് അല്ലെങ്കിൽ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗാസ മുനമ്പിൽ ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം ലക്ഷ്യം വയ്ക്കുകയാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് ഈ ദുരന്തം തടയാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ സങ്കല്പിക്കാവുന്നതിലപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകരായ അനസ് അൽ ഷരീഫ്, മുഹമ്മദ് ഖുറൈഹിയ, സഹപ്രവർത്തകർ എന്നിവർക്ക് ദൈവം കരുണ കാണിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം ഹോർമസ് കടലിടുക്കിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹോർമസ് കടലിടുക്കിൽ വെച്ച് വാണിജ്യ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ വൺവേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ല. എന്നാൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ത്തിലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് സംഭവം വഴി നയിച്ചു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സംവിധാനങ്ങളിലും വെള്ളിയാഴ്ച US സൈന്യം ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണത്തോട് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൈനിക നടപടി പ്രഖ്യാപിക്കും തൊട്ടു മുമ്പ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട പ്രസിഡന്റ് ട്രംപിനോട് ഇറാന്റെ നീക്കത്തിന് അമേരിക്ക മറുപടി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളത് കാണാൻ പോകുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.